നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെയുണ്ടായ ക്രമക്കേടുകളെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ ഫാൽറ്റ മണ്ഡലത്തിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബാലറ്റ് മെഷീനുകളിൽ കടുത്ത ടേപ്പ് ഒട്ടിച്ചതടക്കം ഒട്ടേറെ ക്രമക്കേടുകൾ ഇവിടെ നടന്നതായി കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏപ്രിൽ 29 നടന്ന വോട്ടെടുപ്പിനിടെ പശ്ചിമ ബംഗാളിലെ ഫാൽറ്റ മണ്ഡലത്തിൽ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നു. തുടർന്ന് ഇവിടുത്തെ 285 പോളിംഗ് സ്റ്റേഷനുകളിലും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. EVMകളുടെ ബട്ടണുകൾ ടേപ്പ് ചെയ്ത് വോട്ടുകൾ തടഞ്ഞുവെന്നും വോട്ടർമാരെ തിരിച്ചറിയാൻ ശരീരത്തിൽ സുഗന്ധ വസ്തു പുരട്ടിയെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. വോട്ടിംഗ് മെഷീനിലെ ചില സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെയുള്ള ബട്ടണുകളിൽ പശയോ ടേപ്പോ ഒട്ടിച്ച് അവ അമർത്താൻ കഴിയാത്ത രീതിയിലാക്കി. ഇതുകാരണം വോട്ടർമാർക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതായി ആരോപണമുണ്ടായിരുന്നു. ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ചില പ്രത്യേക തരം പെർഫ്യൂമുകൾ സ്പ്രേ ചെയ്തതായും പരാതികൾ ഉയർന്നിരുന്നു. ബൂത്തിന് പുറത്തിറങ്ങുന്ന വോട്ടർ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഈ ഗന്ധം ഉപയോഗിച്ച് തിരിച്ചറിയാനും തുടർന്ന് ഭീഷണിപ്പെടുത്താനുമാണ് ഈ തന്ത്രം ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സംഭവം പുറത്തു വന്നതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാരൽ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങളും ഉയർന്നു കഴിഞ്ഞു. പോളിംഗ് കേന്ദ്രങ്ങളിലെ സുതാര്യത ഉറപ്പാക്കാൻ സ്ഥാപിച്ച വീഡിയോ ഫീഡുകളിൽ വലിയ സമയദൈർഘ്യമുള്ള വിടവുകൾ തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും റിട്ടേണിംഗ് ഓഫീസറും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് പലയിടത്തും പരിശോധന അസാധ്യമാക്കുകയാണ് ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ചിപ്പുകൾ പരിശോധിച്ചപ്പോൾ അവയിൽ ദൃശ്യങ്ങൾ ഇല്ലാത്തതായും ചിലതിൽ നിലവിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലാത്ത പഴയ ദൃശ്യങ്ങൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ഏറ്റവും വേഗത്തിൽ നടക്കേണ്ട സമയങ്ങളിൽ ബോധപൂർവം വീഡിയോ റെക്കോർഡിംഗ് തടസ്സപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് കൃത്രിമത്വം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ക്രമക്കേടുകളുടെ ആഘാതം അത്രത്തോളം വലുതായതിനാൽ വോട്ടെടുപ്പിന്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് ഒരു ഭാഗികമായ മാറ്റത്തിന് പകരം മണ്ഡലത്തിൽ പൂർണ്ണമായ റീപോളിംഗ് വേണമെന്ന് നിരീക്ഷകർ ശുപാർശ ചെയ്തത്. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കോ പ്രായമായവർക്കോ വേണ്ടിയുള്ള സഹായ സംവിധാനത്തെ വ്യാപകമായി ദുരുപയോഗം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വോട്ടർമാർക്ക് പകരം മറ്റുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇതിലൂടെയുണ്ടായി. വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകളിൽ അനധികൃത വ്യക്തികൾ അതിക്രമിച്ചു കയറുകയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും പരാതികൾ ഉയർന്നു. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ വോട്ടർമാരെ പ്രത്യേക രീതിയിൽ നയിക്കുന്നതോ ബൂത്തുകൾക്കുള്ളിൽ വോട്ടർമാരോടൊപ്പം പ്രവേശിക്കുന്നതോ ആയി വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഗുരുതരമായ ചട്ടലംഘനമായാണ് കണക്കാക്കുന്നത്. ഒരു സമയം ഒരാൾ മാത്രം പ്രവേശിക്കേണ്ട വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നിലധികം ആളുകൾ ഒരേ സമയം കയറി വോട്ട് രേഖപ്പെടുത്തി. ഇത് വോട്ടിന്റെ രഹസ്യം എന്ന അടിസ്ഥാന തത്വത്തിന്റെ നഗ്നമായ ലംഘനമാണ്. ഒരേ വ്യക്തികളും പോളിംഗ് ഏജന്റുമാരും തന്നെ പലതവണ ബൂത്തുകളിൽ പ്രവേശിക്കുന്നതും വോട്ടിംഗ് പ്രക്രിയയിൽ ഇടപെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരാൾ തന്നെ വ്യത്യസ്ത തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതായും പറയുന്നുണ്ട്. ഇത്തരം ലംഘനങ്ങൾ ബൂത്തിനുള്ളിൽ നടക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർ അത് തടയാനോ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നത് ആശങ്കാജനകമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് ദിവസം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിലെല്ലാം സമാധാനപരമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടും പിന്നീട് പുറത്തുവന്ന ഗ്രൗണ്ട് ഫൂട്ടേജുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉദ്യോഗസ്ഥർ വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വോട്ടർമാർ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തതെന്ന് കണ്ടെത്താൻ ബാലറ്റ് യൂണിറ്റിലെ ബട്ടണുകളിൽ മഷിയോ പെർഫ്യൂമോ പുരട്ടുന്ന തന്ത്രം ചിലർ പ്രയോഗിച്ചിരുന്നു. വോട്ട് ചെയ്യാൻ ബട്ടൺ അമർത്തുമ്പോൾ വോട്ടറുടെ വിരലിൽ ഈ മണമോ മഷിയോ പതിക്കുകയും ഇത് വോട്ടർമാരെ ഭയപ്പെടുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള നീക്കമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. ക്രമക്കേടുകൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളില്ലെന്നും അവ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയെയും നിയമപരമായ അടിത്തറയെയും തന്നെ ബാധിച്ചുവെന്നും കമ്മീഷൻ വിലയിരുത്തി. സംഘടിതമായ ബൂത്തുകൾ പിടിച്ചടക്കിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അത് നേരിട്ട് ബാധിക്കുമെന്ന് ഉറപ്പായതിനാൽ വോട്ടെടുപ്പ് പൂർണ്ണമായും റദ്ദാക്കുന്നുവെന്ന് കമ്മീഷൻ അറിയിക്കുകയായിരുന്നു. നിരീക്ഷകരുടെ റിപ്പോർട്ടും ഗ്രൗണ്ട് റിയാലിറ്റിയും പരിഗണിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഫാൽറ്റയിലെ പോളിംഗ് അസാധുവാക്കാൻ ഔദ്യോഗികമായി ശുപാർശ നൽകുകയായിരുന്നു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് 285 ബൂത്തുകളിലും മെയ് 21 റീപോളിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.